ഇനി വരാൻ പോകുന്ന 3 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ ഫിസിക്സിന് നല്ല മാർക്ക് വാങ്ങിയെടുക്കാം. സിലബസ് ബേസ്ഡ് അല്ലാത്ത ടോപ്പിക്കുകളിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യായിരിക്കും അവിടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 3 മാസം മതി. ആരും ഈ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി 3 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് വിഷമിക്കണ്ട. ഹായ് സ്റ്റുഡൻസ്, മൈസെൽഫ് രാജേഷ്, JPS ക്ലാസ്സസിലെ ഫിസിക്സ് ഫാക്കൽറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു. നീറ്റ് എക്സാമിന് കഷ്ടിച്ച് ഒരു 3.5 മാസമാണ് ഇനി ബാക്കിയുള്ളത്. എല്ലാവരും കഠിനമായ പഠനത്തിലായിരിക്കും. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 3 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ ഫിസിക്സിന് നല്ല മാർക്ക് വാങ്ങിയെടുക്കാം. എല്ലാവരും അതിനുള്ള കടുത്ത പ്രയത്നത്തിലായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള സമയത്ത് NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ച് തിയറി പഠിക്കാനായിട്ട് സമയം കളയണോ എന്നുള്ളൊരു ചോദ്യം. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഡ്വൈസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ NCERTയിലെ തിയറി കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അതിന് പകരം നിങ്ങൾ ക്ലാസ്സിൽ തന്നിരിക്കുന്ന നോട്ട് വായിച്ച് മാക്സിമം അത് പഠിച്ചെടുക്കുക. ടെക്സ്റ്റിൻ്റെ പുറകിലുള്ള പോയിന്റ്സ് ടു പോണ്ടർ സമ്മറി ഈ ഭാഗങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റിലെ സോൾവ്ഡ് എക്സാമ്പിളുകൾ, പ്രാക്ടീസ് പ്രോബ്ലംസ്, ഇത് ത്രൂ ഔട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് ചെയ്യുക. ഇതാണ് പ്രിലിമിനറി ആയിട്ട് ചെയ്യേണ്ടത്. അതുപോലെ പ്രീവിയസ് ഇയറിലെ നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. നീറ്റ് ഒരുപാട് ടോപ്പിക്കുകൾ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ടോപ്പിക്കുകൾക്ക് അധിക സമയം സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ എക്സിസ്റ്റിംഗ് ടോപ്പിക്കിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഡിഫറെൻറ്റ് ചാപ്റ്ററുകൾക്ക് ഡിഫറെൻറ്റ് വെയിറ്റേജ് ആണ്. എല്ലാത്തും ഒരേ വെയിറ്റേജ് അല്ല. പക്ഷെ നമുക്ക് 100% 3 ക്വസ്റ്റ്യൻ ഇന്ന ചാപ്റ്ററിന് വരുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഏതാണ്ട് ഗസ് ചെയ്യാൻ പറ്റും. ഓരോ ചാപ്റ്ററുകളുടെയും മാർക്കിൻ്റെ വെയിറ്റേജ് നമുക്കൊരു 80% വരെ ആക്യുറസിയോട് കൂടി ഗസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ, ഇപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലെങ്കിൽ വർക്ക് പവർ എനർജി, മറ്റ് ചാപ്റ്ററുകൾ ഇതൊരു സാധ്യത മാത്രമാണ്. അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി, റേ ഓപ്റ്റിക്സ്, ഇങ്ങനെയുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഇങ്ങനെ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് 200 300 കൂടുതൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് നീറ്റ് ബേസ്ഡ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ബുക്സും ഉണ്ട്. ഈ പുസ്തകങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ ഫ്രണ്ട് കവറിൽ ചട്ടയുടെ മുകളിൽ ടെക്സ്റ്റ് ബുക്ക് ഗൈഡ് ഫോർ നീറ്റ് എന്നൊക്കെ കാണാമെന്നെങ്കിൽ പോലും മറച്ചു നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ സിലബസിന് പുറത്തുള്ളതോ അല്ലെങ്കിൽ നീറ്റ് ബേസ്ഡ് അല്ലാത്തതോ ആയിട്ടുള്ള കണ്ടന്റ് പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധ്യാപകനെ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകനെ അല്ലെങ്കിൽ അതോറിറ്റീസിനെ സ്ഥാപനത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ നമുക്കൊരു പക്ഷേ സിലബസ് ബേസ്ഡ് അല്ലാത്ത ടോപ്പിക്കുകളിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയത്ത് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനു മുമ്പ് നിങ്ങൾ എഴുതിയിട്ടുള്ള എക്സാമിൻ്റെ ക്ലാസ് ടെസ്റ്റിൻ്റെയോ സീരീസ് ടെസ്റ്റിൻ്റെയോ മൊഡ്യൂൾ എക്സാമിൻ്റെയോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടാവും. ആ ഓരോ ചാപ്റ്ററിനും NCERTയിലെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്ലാസ്സിൽ തന്നെ അധ്യാപകൻ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോഴും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തെന്ന് കാണും. അപ്പോൾ അധ്യാപകൻ തന്ന നോട്ട് കൃത്യമായിട്ട് പഠിക്കുക. ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓരോ ചാപ്റ്ററിനും നിങ്ങൾ മിനിമം ഒരു 10 300 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് പലപ്പോഴും ഒറ്റയടിക്ക് തന്നെ എല്ലാ ചാപ്റ്ററുകളും കൂടെ റിവൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. സാധ്യമാവുമെങ്കിൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും 2 3 ക്വസ്റ്റ്യൻസ് വെച്ച് ഇടവിട്ട ദിവസങ്ങളിലെങ്കിലും ചെയ്തു നോക്കണം. ഒരു ചാപ്റ്ററുമായിട്ടുള്ള ടച്ച് വിട്ടുപോവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എല്ലാ ദിവസവും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇനി വരാൻ പോകുന്ന 3 മാസം, ആ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഏരിയയും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ പേഴ്സണൽ ഹെൽപ്പ് അവൈലബിൾ ആണെങ്കിൽ അത് ഗുണം ചെയ്യും. അതുപോലെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ, ഇത് എല്ലാം പുറമെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നല്ലൊരു അന്തരീക്ഷം കൂടി ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 3 മാസം മതി. ആരും ഈ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി 3 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് വിഷമിക്കണ്ട. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ തിയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയലിലെ തിയറിയോ വായിച്ച് സമയം കളയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ സിനോപ്സിസ് വായിച്ച് മനസ്സിലാക്കിയെടുത്ത്
കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാണ് ഇനിയുള്ള സമയത്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും പോർഷനുകളിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇനിയുള്ള സമയത്ത് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ആ ടോപ്പിക്കിൽ നിന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആരും ഒരു പേടിയും പേടിക്കേണ്ട. കൃത്യമായ സമയം നമ്മുടെ മുന്നിലുണ്ട്. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ പഠനം ആയിരിക്കണം ഇനി നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാം. മറ്റുള്ള പ്രോഗ്രാമുകളെല്ലാം മാറ്റിവെച്ച് കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ട് പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് നീറ്റിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആശങ്കകൾ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാം. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ബെസ്റ്റ് വിഷസ്.